ഞാൻ ഹൈമാവതി കൃഷി ബ്ലോഗ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഇവരാക്കാൻ പോകുന്നത് വെച്ചാൽ ഞാൻ ഒരു ചീര വിത്തുണ്ട്. ഇതിനിടയ്ക്ക് ചീര വിത്ത് വാവിയിട്ട് തേച്ചും ആ ഗ്രോ ബാഗിന്ന് വായിട്ട് തച്ചു ആ മഴ വന്നിട്ട് തച്ച് ചീഞ്ഞു പോയിന്. ചെറുതായി വന്നുകൊണ്ട് മഴ വന്നുകൊണ്ട് തേച്ചും പോയി. അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ലേശം ഇവിടെ പാവി കൊടുക്കട്ടെ, പുറത്ത് പാവി കൊടുക്കട്ടെ. പായി പൊടിച്ച് വേഗം വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ അകത്ത് എന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ പിന്നെ ഞാനിപ്പം ഇത് കുറച്ച് ചില്ലട്ടെ. ഇത് വെണ്ണീര്, അതിന് കുറച്ച് അതിൻ്റെ പുറത്തേക്ക് കൂടി ഇടാൻ വേണ്ടി കുറച്ച് വെണ്ണീര് ഇത് ഞാൻ ചില്ലട്ടെ. ഇത് കുറച്ച് ചില്ലി ഇടട്ടെ. ഇതിങ്ങനെ ചെള്ളിയിട്ടിട്ട് ദൂരെ കൂടി വേറണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെള്ളുന്നത്. അതുകൊണ്ട് ആടാ, അല്ലെങ്കിൽ മണ്ണിൻ്റെ ഉള്ളിലായിട്ടില്ലെങ്കിലുണ്ടല്ലോ തേച്ചും പൊടിച്ച് ഒലിച്ചു പോകും. മഴ പെയ്തിട്ട് പിന്നെ ഒന്നും ബാക്കി ഉണ്ടാവില്ല. കുറച്ച് ഉള്ളിലേക്ക് ആക്കാൻ വെച്ചിട്ട് തട്ടി നിരത്തിട്ട് കുറച്ച് നിരത്തിയിട്ട് വേണം. കുറച്ച് നിരത്തിയിട്ട് ഒരുപോലെ ലെവലാക്കിയിട്ട് വേണം ഇതിന് മേലെ വിത്തിടാൻ. ഇതൊന്ന് നിരത്തിയിട്ട് അതുകൊണ്ട് തട്ടി നിരത്തണം. ഇങ്ങനെ നിരത്തിയിട്ട് ഇങ്ങനത്തെ കല്ലെല്ലാം ഉണ്ടെങ്കിൽ പൊറുക്കി കളഞ്ഞ് എന്നിട്ട് വേണം പാവാൻ. അല്ലെങ്കിൽ അത് കല്ലിൻ്റെ ഉള്ളിലാകുമ്പോൾ അത് അമ്മിഞ്ഞു പോകും. വെള്ളമെല്ലാം ഒഴിക്കുമ്പോൾ കാണുന്നില്ല. അതില്ലേ ഇതിൽ കുറച്ച് വെണ്ണീര് പാറ്റട്ടെ, കുറച്ച് ഈ ചാരം പാറ്റട്ടെ. ഈ ചാരം വെണ്ണീരിട്ടാൽ ഉറുമ്പ് വരും. ഇല്ലെങ്കിൽ ഉറുമ്പ് വരുന്നതായിട്ടാണ് ഈ വെണ്ണീരിടുന്നത്. ഇത് കുറച്ച് ഈ ഇതിൻ്റെ അകത്ത് ഈ ചാരം ഉണ്ടായാലും അങ്ങനെ ഉറുമ്പ് വരില്ല. ഇല്ലെങ്കിൽ ഉറുമ്പ് ദേശം കൊണ്ടുപോയി കളി. അതുകൊണ്ട് ദേശം ചാരം ഇട്ട് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ മേലെ ഇത് പാവട്ടെ. ഇതൊരു എങ്ങനെ വിത്തിരുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ കുറേശ്ശനായിട്ട് കൈമലെടുത്തിട്ട് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക വേണ്ടത്. എന്താ ഇത്ര വിത്താവുള്ളത്. ഇത് നമുക്ക് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നേർങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നാലേ മൂത്ത് പോയാൽ തൈ നന്നാവും, ഉഷാറാവില്ല. ഇത് നട്ടിട്ടാകുമ്പോൾ ഇത് പൊടിച്ചിട്ടാകുമ്പോൾ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ പറിച്ച് നടുക. പറിച്ച് നട്ട് കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് വന്നോളൂ. അതിനാണിത് ചെയ്യുന്നത്. ഇത് മണ്ണ് ഇളക്കി കൊടുക്കണം. നട്ടിട്ടാകുമ്പോൾ വിത്തിട്ടിട്ടാകുമ്പോൾ മണ്ണിങ്ങനെ മേലെ കൂടി ഇളക്കി കൊടുക്കണം. അല്ലെ വിത്ത് തേച്ചും ഉറുമ്പ് കൊണ്ടുപോകും. അതിനാണ് ഇതിങ്ങനെ എടുക്കുന്നത്. ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുക. ആണല്ലേ മണ്ണ് ശരിക്കും ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് ഒരു പാക്കറ്റ് വിത്ത് വേണം. എനിക്ക് വെറുതെ ആയിപ്പോയി, ഒന്നും കിട്ടിയിട്ടില്ല. നടാനേ കിട്ടിയില്ല. നടാനാകുമ്പോഴേക്കും എല്ലാം ചീഞ്ഞ് പോയാൽ മഴ കൊണ്ട് ഇപ്രാവശ്യം മഴ എല്ലാവരും കഷ്ടമാക്കിയിട്ട്. അതുകൊണ്ട് വേണ്ട. ഇനിയിപ്പോൾ അതിന് കുറച്ച് വെള്ളം നനച്ച് കൊടുക്കണം. വെള്ളം നനക്കാലോ. ഈ വെള്ളം നനച്ച് കൊടുക്കട്ടെ. ഈ വെള്ളം ഇത് തക്കാളിയാണ്.
ഇങ്ങനെ പാറ്റി നനച്ച് കൊടുക്കുകയോ കണ്ട ഇതേപോലെ പാറ്റി നനക്കണം ഇങ്ങനെ. അത് ഇങ്ങനെ വീണ് പോകും. വീണ് പോയ വിത്ത് തേച്ച് തെറിച്ച് പോകും. ഇങ്ങനെ പാറ്റി നനച്ച് കൊടുക്കണം, നല്ലപോലെ പാറ്റിയിട്ട്. അതാ ഇങ്ങനെ പാറ്റി നനച്ച് കൊടുക്കണം. നല്ല വൃത്തിയിൽ ഇങ്ങനെ പാറ്റി നല്ലോണം നനയാൻ മാത്രം നനച്ച് കൊടുക്കുക. ഈ രാവിലെയും വൈകുന്നേരവും ഇതേപോലെ പാറ്റിയിട്ട് നനച്ച് കൊടുക്കണം. കണ്ടോ ഇതാ ഇനി നല്ല ഉറുമ്പ് വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. ഉറുമ്പ് വരുന്നുണ്ടോ നോക്കണം. അതാണിപ്പോൾ നല്ല വൃത്തിയിൽ നനച്ച് കൊടുത്താൽ അത് പൊടിച്ചോളും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് നാളെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീഡിയോ കഴിയുന്നവരെ കാണണം. പിന്നെ എല്ലാവർക്കും നമസ്കാരം, നന്ദി, ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഞാൻ ഇന്ന് ഇത് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾക്ക് നമസ്കാരം, നന്ദി.